വി ശിവദാസൻ, ഇന്ന് പ്രതിപക്ഷത്തെ രണ്ട് നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടിയാണ് നീക്കം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാർലമെന്റിലൊക്കെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾപ്പിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഏറെ ഉന്നയിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഇത് സംഭവിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണത്തിന് അപ്പുറത്തേക്ക് സർക്കാർ വിശദീകരിക്കുന്നത്. സർക്കാർ വിശദീകരിച്ചിട്ടില്ല. ശ്രീ എൻ ശ്രീകുമാറിന്റെ അടക്കം ഉത്തമ വിശ്വാസം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ അടുത്ത ദിവസം ഞാനങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമായിട്ട് ഇടപെടുന്ന ആളല്ല. പക്ഷേ നമ്മുടെ ജന്തർ മന്ദിറിൻ്റെ സമരത്തിൻ്റെ തുടർച്ചയിലും പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് ഇടപെടണമെന്ന് അദ്ദേഹത്തിൻ്റെയും പ്രസ്താവന വന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഉള്ളടക്കം തുറന്ന് കാണിക്കണമെങ്കിൽ നമ്മളൊക്കെ ഇടപെടണമല്ലോ. അപ്പോൾ ഒരു 4-5 ദിവസം മോദിക്കും സതീശനും എതിരായിട്ടുള്ള ഇൻസ്റ്റയിലെ ഇടപെടലുകളൊക്കെ നല്ല നിലയിലുള്ള പ്രതികരണങ്ങൾ കാണുകയുണ്ടായി. അപ്പോഴാണ് ഡൽഹിയിലൊരു മാധ്യമപ്രവർത്തകൻ പറയുണ്ടായത്, മെറ്റയുടെ പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുമ്പിലുള്ള സന്ദർശനത്തിന് ശേഷം ഇനി അങ്ങോട്ട് അങ്ങനെ കയറാൻ പോകുന്നില്ല. വളരെ കൃത്യമായിരുന്നു പ്രഡിക്ഷൻ. രാജ്യത്ത് സർക്കാരിനെ വിമർശിക്കുന്ന, അത് ഡൽഹിയിൽ മോദി സർക്കാരിനെ, കേരളത്തിൽ സതീശൻ സർക്കാരിനെ വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്ക് മുന്നിൽ ഒരു തടസ്സം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. ഡൽഹിയിൽ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആയിട്ട് ജന്തർ മന്ദിറിലെ സമരത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത, ആ സമരത്തിൻ്റെ വിഷ്വൽ അവതരിപ്പിച്ച നിരവധിയായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. SFI ഹരിയാന പേജ്, ഡൽഹി SFIയുടെ പേജ് നേരത്തെ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് വ്യാപകമായ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില പേജുകൾ, വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുന്നു, പേജുകൾ ഡിലീറ്റ് ചെയ്യുന്നു. അതിനിപ്പം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്നതാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നു. അത് റിപ്പോർട്ടർ ചാനലിൻ്റെ നിങ്ങൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കൈരളിയുടെ നേരത്തെ അവർ റിപ്പോർട്ട് ചെയ്യുണ്ടായി. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു, കാർഡ് ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ കേരളത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൻ്റെ ദുരിതം വിളിച്ചു പറഞ്ഞ് ആ സ്വന്തം അച്ഛനെ കടലിൽ കാണാതായതിൻ്റെ വേദന പങ്കുവച്ച ആ ചെറുപ്പക്കാരിയുടെ, ആ കുട്ടിയുടെ വാക്കുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം തികച്ചും സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയായിരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ ഇതിന് പിറകിൽ ആരാണ്? സർക്കാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? സർക്കാർ എന്താണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നൽകിയത്? അത് യൂണിയൻ സർക്കാരും സംസ്ഥാന സർക്കാരും അത് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ദുവ്രാട്ടിയുടെ വീഡിയോ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടാണല്ലോ ഉള്ളത്. അപ്പം അത് ബാൻ ചെയ്യുന്നത് എന്തിനാണ്? ഒരു രാജ്യത്തെ സർക്കാരിനെതിരായി ക്യാമ്പയിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ പേജുകൾ ഒക്കെ ഡിലീറ്റ് ചെയ്യിക്കുന്നു. പ്രബീർ പുർക്കായസ്ഥയുടെ അനുഭവം നമുക്കുണ്ട്. അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനം, ഓൺലൈൻ മാധ്യമ സ്ഥാപനം നടത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയാണ് സ്ഥാപനം പൂട്ടിക്കുന്നതിന് വേണ്ടി യൂണിയൻ ഗവൺമെൻറ് ഇടപെട്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. T21 പേജ് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേരളത്തിൽ. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പേജുകൾ, വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ പറയുണ്ടായി, മലയാള മനോരമയിൽ നേരത്തെ VD സതീശൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ചർച്ചയിൽ നമ്മുടെ ശ്രീകുമാർ ഇവിടെ പറയുണ്ടായി. ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുന്നത് അന്ന് അത് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ആളാണ്, ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ആരുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്? VD സതീശൻ്റെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് അങ്ങേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം എഴുതി കൊടുത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്നത്തെ മലയാള മനോരമയുടെ കോപ്പി ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രചരണത്തിന് നവമാധ്യമത്തെ ഉപയോഗപ്പെടുന്ന ശ്രീകുമാർ പറഞ്ഞ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി പറയുന്നത് വരെയും കാത്തിരിക്കണം എന്നതാണ്. മുഖ്യമന്ത്രി നാളെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം വിശദീകരിക്കും. നോക്കൂ, നമുക്ക് ഒരു അനീതി ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇത് ശരിയാകാത്ത ഒരു കാര്യമാണ് എന്നത് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അടുത്ത തവണ അധികാരികൾ ആരെങ്കിലും വാർത്താ സമ്മേളനം വിളിക്കുന്നത് വരെയും അത് കാത്തിരിക്കണം എന്ന് പറയുന്നത്, നമുക്കൊരു ജസ്റ്റിസ് ഡിലേഡ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് തന്നെയാണ് എന്നാണല്ലോ നമ്മൾക്ക് ആവർത്തിച്ച് പറയുക. ഇതിപ്പോൾ തന്നെ സർക്കാർ പ്രതികരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത് വളരെ ചെറിയൊരു കാര്യമല്ല. ഉടൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അഭിപ്രായം ഡിലീറ്റ് ചെയ്യപ്പെടുന്നു,
ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അഭിപ്രായം ഡിലീറ്റ് ചെയ്യപ്പെടുന്നു, ഒരു കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നവമാധ്യമങ്ങളിൽ ഇടപെടുന്ന സർക്കാരിൻ്റെ വിമർശനം ഉൾപ്പെടെ നടത്തുന്ന സ്ഥാപനങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർക്കാർ പരിശോധിച്ച് ഉടൻ മറുപടി നൽകേണ്ടതാണ്. ഒന്നുമില്ലെങ്കിൽ ഇത് അന്വേഷിക്കും, ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാടിന്നതാണ് എന്ന് പറയാനെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പറ്റണ്ടേ? അങ്ങനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇദ്ദേഹം ആരുടെ കൂടിയാണ്, ആരോടൊപ്പമാണ് ഇദ്ദേഹം നിൽക്കുന്നത്? എനിക്കറിയില്ല റിപ്പോർട്ടർ ചാനലിൽ എന്തിനാണ് ഇത്രമേൽ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് വ്യക്തതയില്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ നേരത്തെ നടത്തിയിട്ടുള്ള ചില സോഷ്യൽ മീഡിയയിലെ ചർച്ചകളെയും ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെയും കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയാണോ മറ്റ് ചില വാർത്തകളൊക്കെ സമീപ ദിവസങ്ങളിൽ വന്നതെന്നുള്ളതൊന്നും കാര്യം എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കൈരളിയുടേത്, ന്യൂസ് മലയാളത്തിൻ്റെത് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഒക്കെ കാർഡുകൾ നീക്കം ചെയ്യപ്പെടുകയാണ്. അതിൽ ന്യൂസ് മലയാളത്തിന്റെ കാർഡുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവർ ആരും വാർത്തകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്ന് പോസിറ്റീവ് വാർത്തയാണ് എന്നതാണ് ആകെ ഈ പറയുന്നൊരു കാര്യം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾ ഉൾപ്പെടെ നിങ്ങൾ ഭയന്ന് ഇരിക്കണം ഏത് സമയം. കാരണം ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഭാഗമായിട്ട് കണ്ടൻറ്റ് ആളുകളിൽ എത്തിക്കാൻ പറ്റുന്നതിൽ ഒരു നെറ്റ്വർക്ക് സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അധ്വാനം കൂടി അതിനകത്തുണ്ട്. അങ്ങനെ അധ്വാനിച്ച് വളരെ കൃത്യമായി സത്യസന്ധമായി ശരിയായ നിലയിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ നവമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കണം. നിങ്ങൾ കൂടുതലായിട്ട് ഇടപെടാൻ നിൽക്കരുത് എന്നുള്ളൊരു സന്ദേശം അവർക്ക് കൊടുക്കണം. അതാണ് ഇത്തരക്കാരുടെ ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തു തന്നെയായാലും ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ചെയ്യില്ല, പിന്നെ ഞങ്ങൾക്ക് അങ്ങനെയല്ല പാരമ്പര്യം എന്നൊക്കെ പറയേണ്ടായി. അടിയന്തരാവസ്ഥ അദ്ദേഹം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. പത്രങ്ങളെല്ലാം നിരോധിച്ചിരുന്ന, പത്രസ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന, എല്ലാ തരത്തിലും ആളുകളെ വേട്ടയാടിയിരുന്ന അടിയന്തരാവസ്ഥയുടെ ഒരു തലമുണ്ട്, അതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമാണോ ഇപ്പോൾ നവമാധ്യമ ഇടപെടലുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വി.ഡി. സതീശൻ സർക്കാരിന് തോന്നുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വി.ഡി. സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്ന ആളെ രമേശ് ചെന്നിത്തല എന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. അത് തികച്ചും ഒരു പിന്നെ സംഭവിച്ചത് പോയ ഇതാണ് എന്നൊന്നും കേരളത്തിലെ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്ത കൂടി പല സ്ഥലത്തുനിന്നും അപ്രത്യക്ഷമാകുകയാണ്. എന്തിനാണ് അത് അപ്രത്യക്ഷമാകുന്നത്? അതിൽ ചില വാർത്തകൾക്ക് ഇടയിൽ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ചതുകൊണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല അതിൻ്റെ വിശദാംശം. രമേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കുന്ന പോസ്റ്റുകളും ഈ സോഷ്യൽ മീഡിയയിലെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കഞ്ചാവ് ഉൽപ്പന്നക്കാരനോ മറ്റെങ്ങാനായിട്ടുള്ള ആൾ, അദ്ദേഹമാണത്രേ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ബോധിക്കുന്ന വി.ഡി. സതീശൻ്റെ സെക്രട്ടറി ആയിട്ടോ എന്തോ ബോധിച്ചതെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്. അപ്പോൾ ആ വാർത്ത ഉൾപ്പെടെ കൊടുക്കാതിരിക്കുന്നു. ഇത് കാണിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ വി.ഡി. സതീശനെ രാഷ്ട്രീയമായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലും ആളില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ആളുകളിൽ പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ല എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ സമൂഹത്തിനകത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ വി.ഡി. സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. രമേശ് ചെന്നിത്തലയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത ആ കോർഡിനേറ്ററായിട്ടുള്ള ആളുടെ പോസ്റ്റർ ഉൾപ്പെടെ എങ്ങനെയാണ് എന്നുവെച്ചാൽ ആ കോർഡിനേറ്ററുടെ ഉൾപ്പെടെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റർ ഉൾപ്പെടെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസിനെ അഭിനന്ദിക്കുന്നതിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരോ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പോസ്റ്റർ ഉൾപ്പെടെ എന്തിനാണ് ഡിലീറ്റ് ചെയ്തതെന്നൊക്കെ വ്യക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനകത്ത് ചില എന്തൊക്കെയോ നിഗൂഢതകൾ ഇതിനകത്ത് പൊതിഞ്ഞു കിടക്കുന്നുണ്ട്. ആ പൊതിഞ്ഞു കിടക്കുന്ന നിഗൂഢതകൾ പുറത്തു വരണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ റോൾ ഇതിനകത്ത് വ്യക്തമാക്കപ്പെടണം. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് മെറ്റ ഇത് ചെയ്തിട്ടുള്ളതെന്നാണല്ലോ അവരുടെ വിശദീകരണം. അപ്പോൾ ആരുടേതാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് അത്തരത്തിലൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനിടയായിട്ടുള്ള കാരണം? ഇതൊക്കെ വ്യക്തമാക്കിയില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. അത് കേരളത്തിലെ കേവലം UDFൻ്റെ എതിർപാളയത്തിൽ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല ഇടപെടാൻ പോകുന്നത്. എനിക്ക് ഉറപ്പുണ്ട് UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള അതിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ പ്രതികരിക്കും. സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ആരെയും കാണുന്നില്ല. ആരും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി മനസ്സിൽ ഓർമ്മിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയമായി വലിയ നിലയിലുള്ള ഒറ്റപ്പെടലിനാണ് വി.ഡി. സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ വിധേയനായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. Debate with Madhu Saji.